തൊഴിലുറപ്പ് പദ്ധതിയിലെ പേരുമാറ്റവും തൊഴിൽ രീതിയും ചെറുപുഴയിൽ മേറ്റുമാർക്കായി പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ പുതിയ പരിഷ്കാരങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ ചെറുപുഴ പഞ്ചായത്തിൽ മേറ്റുമാരുടെ യോഗം വിളിച്ച് ക്ലാസ് സംഘടിപ്പിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജൂൺ 1 മുതൽ ബി.ജി. റാംജി തൊഴിൽ പദ്ധതി എന്ന പേരിലേക്ക് മാറ്റിയാണ് നടപ്പിലാക്കുന്നത്. ഇതിൽ തൊഴിൽ ദിനം 100 എന്നതിൽ നിന്നും 120ആയും കൂലി 400 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കൂലി ഇനത്തിൽ മുൻപ് മുഴുവൻ തുകയും കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്ന സ്ഥാനത്ത് ഇനി മുതൽ 40% സംസ്ഥാന സർക്കാർ വഹിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ വിഇഒ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, രാജ്യം മുഴുവൻ വലിയൊരു ചരിത്ര വിപ്ലവത്തിന് തുടക്കം കുറിച്ചൊരു പദ്ധതിയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. ആ പദ്ധതിയിലേക്ക് വലിയ മാറ്റം വരുത്തിക്കൊണ്ടാണ് പുതിയ പേരിൽ പുതിയ രീതിയിലൊക്കെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്കെല്ലാം തന്നെ അതിന്റെ ഘടനയെ പറ്റിയൊക്കെ വലിയ ആശങ്കകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിലവിലത്തെ പദ്ധതിയിൽ എങ്ങനെ ഏറ്റവും കാര്യക്ഷമമായിട്ട് ഈ പദ്ധതിയെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നതിനെ പറ്റിയുള്ളൊരു തുടക്കം, അതിന്റെ ആദ്യത്തെ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം എത്തിയിരിക്കുന്നത്. അതിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കാണാൻ കഴിയുന്നത്, ഒന്നാമത് നമുക്കെല്ലാം സന്തോഷകരമായ കാര്യം അതിന്റെ കൂലി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. 409 401 അതൊക്കെ നല്ലൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ 100 ദിവസം എന്നുള്ളത് 125 ദിവസമാക്കി എന്നുള്ളതും നമ്മളെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. അതേപോലെ മറ്റൊരു നിയമത്തിൽ പറയുന്നത്, ഇതിന് 15 ദിവസം കഴിഞ്ഞാൽ ഇതില് തൊഴിലില്ലായ്മ വേതനം പോലെ പൈസ അതും കിട്ടുമെന്ന് പറയുന്നതും തൊഴിലാളികളെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷ നൽകുന്നതാണ്. ജോയിന്റ് വീഡിയോ വി പ്രദീപൻ പദ്ധതി വിശദീകരിച്ചു. എന്തായാലും ഈ നമ്മുടെ കഴിഞ്ഞ 20 വർഷത്തോളം ദേശീയ തലത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജൂൺ 30 കൂടിയിട്ട് അവസാനിച്ചു. ജൂലൈ 1 മുതൽ പുതിയ പദ്ധതിയിലേക്ക് മാറുകയും ചെയ്തു. നേരത്തെ ലിയോ പറഞ്ഞതുപോലെ ബി.ജി. റാംജി ആദ്യം നമുക്കും അത് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി നല്ല പ്രയാസം ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ആ ഒരു സ്പീഡിൽ നമുക്ക് ബി.ജി. റാംജിയുടെ പേര് പറയാൻ പറ്റുമായിരുന്നില്ല. അപ്പൊ ഇപ്പോൾ നമുക്കതിനാവും. ഇപ്പൊ നിങ്ങൾ എത്രത്തോളം ബി.ജി. റാംജിയുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിപ്പോ ആ പേരിന്റെ പൂർണ്ണരൂപം ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം. തൊഴിലാളികളോട് പറയാൻ വേണ്ടി കഴിയണം. നമ്മുടെ അതായത് എന്തായാലും പുതിയ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അപരിചിതമായ ഒരു പേരായിരിക്കും ബി.ജി. റാംജി. പയ്യന്നൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ രാഹുൽ, ഓവർസിയർ അജോ കെ വർഗീസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആർ അമ്പിളി, പഞ്ചായത്ത് അംഗങ്ങളായ ടി.പി. ചന്ദ്രൻ, പ്രിൻസ് വള്ളക്കട, ജമീല കോളിയത്ത്, സീമ മുകുന്ദൻ, മഞ്ജു വിനോദ്, ശ്രുതി രാജേഷ് തുടങ്ങിയവരും മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും തൊഴിലുറപ്പ് പദ്ധതിയിലെ മേറ്റുമാരും ക്ലാസ്സിൽ പങ്കെടുത്തു. നമ്മുടെ ഈ പഞ്ചായത്തിലെ കൂടുതൽ വികസന പ്രവർത്തനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികൾ ഉൾപ്പെടെ നടപ്പാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി സ്ഥായിയായി കാണുന്ന ആസ്തി വികസന പ്രൊജക്റ്റുകൾക്ക് തീർച്ചയായിട്ടും തൊഴിലുറപ്പ് പദ്ധതിയിൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. കോൺക്രീറ്റ് റോഡുകളായിട്ടും മറ്റ് വർക്ക്ഷെഡുകളായിട്ടും മറ്റേ വ്യക്തിഗത ആസ്തികളായിട്ടും കായൽക്കൂട്, അതുപോലെ തന്നെ തൊഴുത്ത് ഉൾപ്പെടെയുള്ള വ്യക്തിഗത ആസ്തികളായിട്ട് ഈ പുതിയ പദ്ധതിയിലും ഇതിനെല്ലാം തന്നെ ചില ഭേദഗതികളോടുകൂടി നിലവിൽ പ്രവർത്തികൾ ചെയ്യാമെന്നുള്ള രീതിയിലാണ് അവരുടെ ആദ്യത്തെ പ്രൈമ ഫേസിലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മൾ ഏറ്റെടുത്ത കുറെ മെമ്പർമാരെല്ലാം പറഞ്ഞ് ഏറ്റെടുത്ത കുറെ പ്രവർത്തികളും ഗ്രാമസഭയിൽ നിന്ന് വന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതെല്ലാം തുടർന്ന് പോകേണ്ടതുണ്ടെങ്കിൽ അതും കൂടെ പരിഗണിച്ച് പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള എന്താണെന്നുള്ളത് കൂടിയിട്ട് ഇവിടെ ജോയിന്റ് വീഡിയോ വിശദീകരിക്കും. മുഖേന അടുത്ത ദിവസം തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും അവരുടെ വെണ്ടേഴ്സിനുള്ള പൈസകൾ ഇനിയും കൊടുക്കാനുണ്ട്. അപ്പൊ അത് സ്പിലോവറായി തുടരുന്ന കാര്യത്തെ സംബന്ധിച്ചും എല്ലാം നിങ്ങളൊരു വ്യക്തത വരുത്തണം. പുതിയ പദ്ധതി ഏറ്റെടുക്കുമ്പോൾ അതുപോലെ തന്നെ 60 ദിവസത്തെ ഇടവേള പറയുന്നുണ്ട്. ആ ഗ്യാപ്പ് എങ്ങനെ പരിഹരിക്കണം, അത് എപ്പോഴായിരിക്കും?
ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി. HUID ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ.